നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ. 3 വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഇരുമ്പപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തിനശിച്ചു. കോഴിക്കോട് നിന്ന് കാണാതായ 16 വയസ്സുകാരിയെ കുന്നംകുളം അഞ്ഞൂരിൽ നിന്ന് നായാടി സംഘത്തോടൊപ്പം കണ്ടെത്തി. അഞ്ഞൂർ ആൽ പരിസരത്ത് നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്ര മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശത്താൽ പവിത്രവും ചരിത്രപ്രസിദ്ധവുമായ വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ ഒന്നിച്ചെഴുന്നള്ളത്തിനാൽ ശ്രദ്ധേയമായി. മേഖലയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം വ്യാപകമാകുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കുർബാനയ്ക്കെത്തിയ 2 സ്ത്രീകളുടെ മാല കവർന്നു. തലക്കോട്ടുകര ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനെത്തിയ 3 സ്ത്രീകളുടെ മാലകൾ കവർന്ന് തൊട്ടു പിന്നാലെയാണ് ആർത്താറ്റ് കവർച്ചയും. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചനൂർ മന്ദലാംകുന്ന് ബീച്ച് റോഡ് ദേശീയപാത 66 മുറിച്ചു കടക്കുന്നിടത്ത് അടിപ്പാത നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് നടപടിയില്ല. വിഷയത്തിൽ അനുകൂല ഇടപെടൽ ആവശ്യപ്പെട്ട് ശനിയാഴ്ച മന്ദലാംകുന്ന് സെന്ററിൽ സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധ സമരം. വാർത്തകൾ വിശദമായി. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. അതേസമയം ഇന്ന് പുലർച്ചെ തീപിടുത്തം ഉണ്ടായിടത്ത് വൈകിട്ടോടെ വീണ്ടും പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. ഗുരുവായൂർ അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഇന്നു പുലർച്ചെ 1:30 വൻ അഗ്നിബാധയെ തുടർന്ന് 3 കടകൾ കത്തിനശിച്ചത്. ചാവക്കാട് ജംഗ്ഷനിലുള്ള അബ്ദുൾ സലീം എന്നയാളുടെ അസീസ് ഫുട്വെയർ എന്ന ചെരുപ്പ് കടയും, മുഹമ്മദ് അലി എന്നയാളുടെ ടിപ് ടോപ്പ് എന്ന ഫാൻസി കടയും, അഷ്റഫ് എന്നയാളുടെ തുണിക്കടയുമാണ് കത്തിനശിച്ചത്. കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കത്തുന്നത് നഗരത്തിൽ രാത്രിയോടുന്ന ഓട്ടോ തൊഴിലാളികളാണ് കണ്ടത്. തുടർന്ന് അഗ്നിശമന സേനയെ അറിയിച്ചതിനെ തുടർന്ന് ആദ്യം ഗുരുവായൂരിൽ നിന്നും തുടർന്ന് കുന്നംകുളം, പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്നായി 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ ശ്രമിച്ചാണ് തീയണച്ചത്. തൊട്ടടുത്തുള്ള വൈദ്യുതി ട്രാൻസ്ഫോമറിലെ കേബിളുകളും കത്തിനശിച്ചു. ആർക്കും ആളപായമില്ല. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നതായി പറയുന്നു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി. തീപിടുത്ത കാരണം വ്യക്തമായിട്ടില്ല. ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ KV അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. 3 വ്യാപാര സ്ഥാപനങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം 1 മണിയോടെ തീപിടുത്തം ഉണ്ടാകുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. 1 കോടിക്ക് മുകളിൽ സ്റ്റോക്ക് നഷ്ടപ്പെടുകയും കെട്ടിടത്തിന്റെ കൂടി നഷ്ടം കണക്കാക്കിയാൽ ഏകദേശം 2.5 കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതും തുടരന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CCTV ന്യൂസ്, ചാവക്കാട്. ഇരുമ്പപ്പെട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തിനശിച്ചു. പാടശേഖരത്തിൽ അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്നാണ് തീറ്റപ്പുൽ കൃഷിയിലേക്ക് തീ പടർന്നത്. 1/2 ഏക്കർ സ്ഥലത്തുള്ള കൃഷിയിൽ പകുതിയും കത്തിനശിച്ചു. പ്രദേശത്തെ പശു ഫാം നടത്തുന്നവരാണ് തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നത്. തൊട്ടടുത്ത പറമ്പുകളിലേക്ക് തീ പടർന്ന് തെങ്ങിനും മരങ്ങൾക്കും തീപിടിച്ചു. വീടുകൾക്ക് സമീപത്തേക്ക് തീ പടർന്നു കയറിയത് പരിഭ്രാന്തിക്കിടയാക്കി. വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ വളരെ ശ്രമപ്പെട്ടാണ് തീ അണച്ചത്. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘം കുന്നംകുളത്ത് എത്തിയതായി സൂചന. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ കുർബാനയ്ക്കെത്തിയ 2 സ്ത്രീകളുടെ മാല കവർന്നു. കുന്നംകുളം തലക്കോട്ടുകര ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനെത്തിയ 3 സ്ത്രീകളുടെ മാലകൾ കവർന്നതിന് പിന്നാലെയാണ് ആർത്താറ്റ് പള്ളിയിലും കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയ്ക്കെത്തിയ സ്ത്രീകളുടെ മാലകൾ കവർന്നത്. സംഭവത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനക്കാർ കുന്നംകുളത്ത് എത്തിയതായാണ് സൂചന. പഴഞ്ഞി സ്വദേശിനി കുത്തൂർ വീട്ടിൽ ജോർജിന്റെ ഭാര്യ 65 വയസ്സുള്ള മേരിയുടെ 2.25 പവൻ തൂക്കവും 1,25,000 രൂപ വില വരുന്ന മാലയും, ആർത്താറ്റ് കോലാടി വീട്ടിൽ കൊച്ചുമോന്റെ ഭാര്യ 58 വയസ്സുള്ള ഷൈനിയുടെ 3.25 പവൻ തൂക്കവും 1,50,000 രൂപ വിലയും വരുന്ന മാലയുമാണ് പള്ളിയിൽ നിന്നും മോഷണം പോയത്. സംഭവത്തിൽ ഇരുവരും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം.
കോഴിക്കോട് നിന്ന് കാണാതായ 16 വയസ്സുകാരിയെ കുന്നംകുളം അഞ്ഞൂരിൽ നിന്ന് നായാടി സംഘത്തോടൊപ്പം കണ്ടെത്തി. അഞ്ഞൂർ ആൽ പരിസരത്ത് നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ കോഴിക്കോട് നിന്ന് കാണാതായത്. തുടർന്ന് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് പനമരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പെൺകുട്ടിയെ കുന്നംകുളം അഞ്ഞൂരിൽ കൂട്ടമായി താമസിക്കുന്ന നായാടികൾക്കൊപ്പം കണ്ടെത്തിയത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകന്റെ സ്ക്വാഡ് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചന. പെൺകുട്ടിയെ കോഴിക്കോട് നിന്ന് കൊണ്ടുവന്ന് കുന്നംകുളം അഞ്ഞൂരിൽ ഒളിപ്പിച്ച് താമസിച്ചിരിക്കുകയായിരുന്നെന്നാണ് വിവരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീവേലിക്ക് ആനയെ കൊണ്ടുവരാതിരുന്ന പാപ്പാനെ ദേവസ്വം ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. ദേവസ്വത്തിലെ കൃഷ്ണനാരായണൻ എന്ന ആനയുടെ പാപ്പാൻ നന്ദകുമാറിനെയാണ് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇന്നലെ വൈകിട്ടാണ് ക്ഷേത്രത്തിൽ ശീവേലിക്ക് ആനയെ എത്തിക്കാതിരുന്നത്. ഇതേ തുടർന്ന് കരുതലായി നിർത്തിയിരുന്ന കൊമ്പൻ രാധാകൃഷ്ണനെ ശീവേലിക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ തിടമ്പേറ്റി പരിചയമില്ലാത്തതിനാൽ കീഴ്ശാന്തിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ആനയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. പാപ്പാന്മാർ വീണ്ടും ശ്രമിച്ചപ്പോൾ കുത്തുവിളക്കുമായി മുന്നിൽ നിൽക്കുന്ന അച്ചുണ്ണി പിഷാരടിയെ കൊമ്പുകൊണ്ട് തട്ടി തെറിപ്പിച്ചു. ഉടൻ തന്നെ പാപ്പാന്മാർ ആനയെ വരുതിയിലാക്കി പുറത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് ആനയില്ലാതെ ശീവേലി നടത്തേണ്ടി വന്നു. തിടമ്പ് കയ്യിൽ പിടിച്ചാണ് കീഴ്ശാന്തി ചടങ്ങ് പൂർത്തിയാക്കിയത്. ക്ഷേത്രത്തിൽ ആചാരപരമായ ആനയോട്ട ദിവസം മാത്രമാണ് ആനയില്ലാ ശീവേലി നടത്താറുള്ളത്. ദേവസ്വത്തിന്റെ പരാതി പ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പാപ്പാനെതിരെ കേസെടുത്തു. കേരള പോലീസ് ആക്ട് പ്രകാരം മദ്യപിച്ച് ജോലിക്ക് ഹാജരാകാതിരുന്നതിനാണ് പോലീസ് കേസെടുത്തത്. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ പാപ്പാനെതിരെ അടുത്ത ദിവസം ദേവസ്വം ഭരണസമിതി യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കും. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു. 52 വയസ്സായിരുന്നു. ഇരകപ്പുറം കൃഷ്ണപിള്ള നഗറിൽ കളത്തിൽ സുനിലാണ് മരിച്ചത്. പരേതനായ കൃഷ്ണൻകുട്ടി നളിനി ദമ്പതികളുടെ മകനാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. സുമഭാര്യയും സാന്ദ്ര സംവൃത എന്നിവർ മക്കളുമാണ്. കൊച്ചനൂർ മന്ദലാകുന്ന് ബീച്ച് റോഡിന് NH 66 മുറിച്ചു കടക്കുന്നിടത്ത് വെഹിക്കിൾ അണ്ടർപാസ് അഥവാ അടിപ്പാത നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് നടപടിയായില്ല. നാട്ടുകാർ നിർമ്മാണം തടഞ്ഞത് പോലീസിന് തുണയായി. സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രി, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തുടങ്ങി ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുന്ന സ്ഥാപനങ്ങൾ മിക്കതും മന്ദലാകുന്നിന് കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം കണക്കിലെടുത്താണ് വർഷങ്ങൾക്ക് മുൻപ് മന്ദലാകുന്നിനെയും കൊച്ചന്നൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് PWD റോഡും ഇതുവഴി ബസ് സർവീസും ആരംഭിച്ചത്. ചാവക്കാട് മുതൽ പാലപ്പെട്ടി വരെ ദേശീയപാതയിൽ എന്തെങ്കിലും തടസ്സമുണ്ടാവുകയാണെങ്കിൽ പോലീസ് വഴിതിരിച്ചുവിടുന്ന പ്രധാന മാർഗം കൂടിയാണ് മന്ദലാകുന്ന് കൊച്ചന്നൂർ PWD റോഡ്. പുതിയ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ റോഡ് 2ആയി മുറിക്കപ്പെടും. ഇത് ഒഴിവാക്കാനാണ് ഇവിടെ വെഹിക്കിൾ അണ്ടർപാസ് നിർമ്മിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ VUP നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട്. ഇതിനിടെയാണ് സർവീസ് റോഡിന്റെ പണി പോലും പൂർത്തിയാക്കാതെ സഞ്ചാരം തടസ്സപ്പെടുത്തി NH നിർമ്മാണം നടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് ശേഷം സഞ്ചാരം പൂർണ്ണമായി തടസ്സപ്പെടുമെന്നും സർവീസ് റോഡ് പൂർണ്ണമായും പണി കഴിഞ്ഞ ശേഷം അടച്ചാൽ മതി എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിർമ്മാണം തടഞ്ഞിരുന്നു. എന്നാൽ ഇത് പോലീസിന് തുണയായി. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ തടസ്സം നേരിടുകയും ചാവക്കാട് നിന്ന് പൊന്നാനിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതുവഴി തിരിച്ചുവിടുകയുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ദേശീയപാതയുടെ സ്പീഡ് ട്രാക്ക് ഉയരത്തിലും സർവീസ് റോഡ് താഴ്ന്നുമാണ് നിൽക്കുന്നത്. PWD റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് ബസ്സുകൾ അടക്കമുള്ള ഹെവി വാഹനങ്ങൾ പ്രവേശിക്കണമെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. ദേശീയപാത മന്ദലാകുന്നിൽ അടിപ്പാത വേണമെന്നാവശ്യപ്പെട്ട് മാർച്ച് 23 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മന്ദലാകുന്ന് സെന്ററിൽ സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിക്കും. നന്മ സെന്ററിൽ ചേർന്ന സർവകക്ഷി കൂട്ടായ്മ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ K. കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സർവകക്ഷി കൂട്ടായ്മ ചെയർമാൻ PK ഹസൻ അധ്യക്ഷത വഹിച്ചു. പ്രദേശത്തെ ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളും ചേർന്നാണ് കൂട്ടായ്മ രൂപീകരിച്ചത്. ബദൽ യാത്രാ സംവിധാനം ഒരുക്കാതെ കൊച്ചന്നൂർ മന്ദലാകുന്ന് ബീച്ച് PWD റോഡ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് യോഗം ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടു. V. സലാം, MC ബഷീർ, ആലത്തിൽ മൂസ, MK അബൂബക്കർ, M. കമാൽ, PM ബാദുഷ, യൂസഫ് തണ്ണിത്തുറക്കൽ, അൻഫർ, RS ഷക്കീർ, നജീബ് കുന്നിക്കൽ എന്നിവർ സംസാരിച്ചു. കൺവീനർ PA നസീർ സ്വാഗതവും ജോയിന്റ് കൺവീനർ യഹിയ മന്ത്രവും നന്ദിയും പറഞ്ഞു. വേലൂർ കിരാലൂരിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ ഇനി 2 പേരെ കൂടി പിടികിട്ടാനുണ്ട്. കിരാലൂർ ചിരിയങ്കണ്ടത്ത് 10 ബാബു എന്ന് വിളിക്കുന്ന ബാബു, മകൻ രാഹുൽ എന്നിവരാണ് അറസ്റ്റിലായത്. കിരാലൂർ ചീരൻ വീട്ടിൽ ജോയ്സനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. പ്രതി ബാബുവിന്റെ മകളുടെ ഭർത്താവ് ലിൻഡോ മാർഗതടസ്സമായി വഴിയിൽ വെച്ചിരുന്ന ബൈക്ക് മാറ്റിവെക്കാൻ ജോയ്സൺ ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള വാക്കേറ്റമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തുടർന്ന് മരവടികൾ ഉപയോഗിച്ച് ബാബു, രാഹുൽ, ലിൻഡോ, ഇവരുടെ അയൽവാസി കുഞ്ഞുമോൻ എന്നിവർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു.
പരിക്കേറ്റ ജോയ്സിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SIU മഹേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 3-4 പ്രതികളായ ലിൻഡോയും കുഞ്ഞുമോനും ഒളിവിലാണ്. പ്രതികൾ വധശ്രമം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ASI AV സജീവ്, CPOമാരായ K സഗുൺ, രാഹുൽ ദാസ്, ജിനോ സെബാസ്റ്റ്യൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കിഴൂർ പകൽവീട് വിശ്രമ കേന്ദ്രത്തിന് കിഴൂർ പ്രവാസി കൂട്ടായ്മ സ്മാർട്ട് TV കൈമാറി. പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി മുഹസിൻ മൊയ്തുണ്ണിയിൽ നിന്ന് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ സജിനി പ്രേമൻ, തൃശൂർ ജില്ലാ NRE കോപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ ഫൈസൽ കൂട്ടുങ്ങൽ, ശാന്ത എന്നിവർ സംബന്ധിച്ചു. ജോലിക്കിടെ നെഞ്ചുവേദനയെ തുടർന്ന് KSEB ജീവനക്കാരൻ മരിച്ചു. KSEB മുണ്ടൂർ സെക്ഷൻ ഓഫീസിലെ ലൈൻമാനായ മുണ്ടത്തിക്കോട് SN സ്റ്റോപ്പിനടുത്ത് തുണ്ടത്തിൽ നാരായണന്റെ മകൻ സുനിൽ കുമാറാണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. കുറുമാൽ കൊച്ചിൻ പ്ലാന്റേഷനടുത്തുള്ള വൈദ്യുതി പോസ്റ്റിൽ ജോലിയെടുക്കുന്ന സമയത്ത് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ജീപ്പിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നടക്കും. സാവിത്രി മാതാവും ദീപ ഭാര്യയുമാണ്. വിദ്യാർത്ഥികളായ അവന്തിക, അനന്തിത എന്നിവർ മക്കളാണ്. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU അംഗമാണ് സുനിൽ കുമാർ. റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം റയാൻ 2024 എല്ലാ ദിവസവും രാവിലെ 6:30-ക്കും ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് 6 മണിക്കും CCTV ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്യും. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ പ്രചരണ ഗോതയിൽ സജീവമാണ്. കൺവെൻഷനുകളും സ്ഥാനാർത്ഥി പര്യടനങ്ങളും തുടരുകയാണ്. വിശദാംശങ്ങളിലേക്ക്. LDF വെള്ളാറ്റഞ്ഞൂർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം KG ഗോപിനാഥൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ഫ്രാൻസിസ്, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരായ EF യോഹന്നാൻ, മുരളി മാസ്റ്റർ, AS ചന്ദ്രൻ, വെള്ളാറ്റഞ്ഞൂർ ബാങ്ക് പ്രസിഡന്റ് വേണു TM തുടങ്ങിയവർ പങ്കെടുത്തു. LDF വേലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേലൂർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി KT ഷാജൻ, NCP ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷാഫി, CPM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗവും വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ TR ഷോബി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ 20 സ്ഥാനാർത്ഥികളെയും നേരത്തെ പ്രഖ്യാപിക്കുകയും നമ്മുടെ പാർലമെൻറ്റ് കൺവെൻഷനും അസംബ്ലി കൺവെൻഷനുകളുമെല്ലാം നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിച്ചു. ഇപ്പോൾ മേഖലാതല കൺവെൻഷനുകൾ നടക്കുക. ഈ കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ബൂത്ത് തല കൺവെൻഷനുകളും സംഘടനാ പ്രവർത്തനങ്ങളും നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇത്തരം ശ്രദ്ധേയമായ രീതിയിൽ സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ നടത്താനും നമ്മളെ പ്രേരിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പ് അത്രമേൽ. UDF ചൂണ്ടൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേച്ചേരി അനുഗ പാലസ് ഓഡിറ്റോറിയത്തിൽ മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, കേരള കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് CT പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ, CMP നേതാവ് ബെന്നി തലക്കോട്ടുകര, UDF പാവർട്ടി ബ്ലോക്ക് ചെയർമാൻ AT സ്റ്റീഫൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. UDF നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായി RM ബഷീർ ചെയർമാൻ, PA സാദിഖ് കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഇനി പരിശോധനകളിൽ ക്യാമറയുമായി പോലീസും. വാഹന പരിശോധനാ സമയങ്ങളിലാണ് ശരീരത്തിൽ ഘടിപ്പിച്ച ക്യാമറയുമായി നിയമപാലകർ സജീവമാകുന്നത്. അടുത്തിടെ പോലീസ് നടപടികൾ പൊതുജനങ്ങൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കുന്നത് മൂലം പോലീസിനെതിരെ വ്യാപകമായി ജനവികാരം ഉടലെടുക്കാൻ കാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പരിശോധനകൾ നടത്തുന്ന പ്രധാന നിയമപാലകന്റെ ശരീരത്തിൽ ക്യാമറ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഈ നിർദ്ദേശം വന്നിരുന്നുവെങ്കിലും നിർബന്ധപൂർവ്വം നടപ്പിലാക്കിയിരുന്നില്ല. എന്നാൽ അടുത്തിടെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ മൂലമാണ് വീണ്ടും നടപടി ശക്തമാക്കിയത്. പരിശോധനാ സമയത്ത് പോലീസിനെ പ്രകോപിപ്പിക്കുകയും പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് വകുപ്പ് തല അഭിപ്രായം ഉയർന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ ക്യാമറ സ്ഥാപിക്കുക വഴി പോലീസിന്റെ പൊതുജനങ്ങളുമായുള്ള ഇടപെടലും സുതാര്യമാക്കുവാൻ കഴിയുമെന്നാണ് ഉയരുന്ന അഭിപ്രായം.
മാലിന്യ സംസ്കരണം പഠിക്കാൻ ഭരണങ്ങാനത്തെ വിദ്യാർത്ഥികൾ കുന്നംകുളത്തെത്തി. നഗരസഭയുടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ ഗ്രീൻ പാർക്കിലെത്തിയത്. ഭരണങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ നഗരസഭയുടെ ഗ്രീൻ പാർക്കിലെത്തിയത്. പഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംഘത്തെ പൂച്ചെണ്ട് നൽകി നഗരസഭ പൊതുജനാരോഗ്യ പരിസ്ഥിതി പരിപാലന വിഭാഗം സ്വീകരിച്ചു. ഗ്രീൻ ടെക്നോളജി സെന്ററിൽ ജൈവ അജൈവ മാലിന്യ ശേഖരണം, സംസ്കരണം, മാലിന്യ സംസ്കരണ രംഗത്തെ വെല്ലുവിളികൾ, ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PS സജീഷ്, PP വിഷ്ണു, IRTC കോർഡിനേറ്റർമാരായ C ആർഷ ബെന്നി, അഞ്ജു K തോമസ് എന്നിവർ ക്ലാസുകളെടുത്തു. തുടർന്ന് ഗ്രീൻ പാർക്കിലുള്ള MCF, RRF, സമത ജൈവമാലിന്യ സംസ്കരണ കേന്ദ്രം, ചകിരിച്ചോർ നിർമ്മാണ കേന്ദ്രം എന്നിവ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി. ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും പഠനയാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. ഭരണങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സെബാസ്റ്റ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുധ ഷാജി, സോഫി സേവ്യർ, CDS പ്രസിഡന്റ് സിന്ധു പ്രദീപ്, അസിസ്റ്റന്റ് സെക്രട്ടറി രശ്മി മോഹൻ, MN ബിന്ദു, VB സന്ധ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബാലസഭാംഗങ്ങൾ പഠിതാക്കളായി എത്തിയത്. മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് ശാസ്ത്രീയ അറിവുകൾ ലഭിക്കുന്നതിന് ഗ്രീൻ പാർക്ക് സന്ദർശനം സഹായകരമായെന്ന് വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ വലിയ നോമ്പിന്റെ ഭാഗമായി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന സുവിശേഷ യോഗം സമാപിച്ചു. സമാപന ദിവസത്തിൽ വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, 7 മണിക്ക് ഗാന ശുശ്രൂഷ, 7:30 വചന പ്രഘോഷണം, സ്തോത്ര കാഴ്ച, സമാപന പ്രാർത്ഥന, തുടർന്ന് അത്താഴ സദ്യ എന്നിവയുണ്ടായി. ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ, ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, ഫാദർ എൽദോ ജോയ് മഴുവഞ്ചേരി പറമ്പത്ത് എന്നിവർ വചന പ്രഘോഷണം നിർവഹിച്ചു. 3 ദിവസങ്ങളിലായി 72 മണിക്കൂർ നേരവും പ്രാർത്ഥനാ കൂടാരമുണ്ടായിരുന്നു. സുവിശേഷ യോഗത്തിന് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് തുടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ഗുരുവായൂർ ദേവസ്വം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വേദിക് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ ഡയറക്ടറായി സംസ്കൃത പണ്ഡിതനും ഗവേഷകനുമായ ഡോക്ടർ P നാരായണൻ നമ്പൂതിരി ചുമതലയേറ്റു. കോഴിക്കോട് സർവകലാശാല സംസ്കൃത വിഭാഗം മേധാവിയായിരുന്നു. 33 വർഷത്തെ അധ്യാപന പരിചയമുള്ള അദ്ദേഹം 20 അന്തർദേശീയ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്. 140 ദേശീയ സെമിനാറിലും പ്രബന്ധം അവതരിപ്പിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാലടി സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ്. മലപ്പുറം മഞ്ചേരി സ്വദേശിയായ ഇദ്ദേഹം SCERT ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയിലെ വിദഗ്ധ സമിതി അംഗവുമാണ്. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്ര മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശത്താൽ പവിത്രവും ചരിത്രപ്രസിദ്ധവുമായ വിശ്വനാഥ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ ഒന്നിച്ചെഴുന്നള്ളത്തിനാൽ ശ്രദ്ധേയമായി. രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തലിന് ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, അഭിഷേകം, ഉഷപൂജ, കാഴ്ചശീവേലി, കലശാഭിഷേകം, മറ്റ് വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. താന്ത്രിക കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി, മേൽശാന്തി MK ശിവാനന്ദൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 3-ന് ശ്രീശങ്കരപുരം പ്രകാശന്മാരാർ നയിച്ച പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. തുടർന്ന് 16 ദേശങ്ങളിൽ നിന്നുള്ള ഉത്സവാഘോഷ കമ്മിറ്റികളുടെ പൂരങ്ങൾ വൈകിട്ട് 8-ന് ക്ഷേത്രത്തിലെത്തി. വിവിധ വാദ്യമേളങ്ങൾ, പ്രാചീന കലാരൂപങ്ങൾ, വർണ്ണക്കാവടികൾ എന്നിവ എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി. രാത്രി 8:30-ന് കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലപ്പൊക്കത്തിൽ പ്രധാനികളായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറയ്ക്കൽ കാളിദാസൻ, തൃക്കടവൂർ ശിവരാജ്, പുതുപ്പള്ളി കേശവൻ തുടങ്ങി 30 കൊമ്പന്മാർ അണിനിരന്നു. ഗജവീരൻ വലിയപുരയ്ക്കൽ ആര്യനന്ദൻ തിടമ്പേറ്റി. തുടർന്ന് തിരുവല്ല രാധാകൃഷ്ണൻ, ഗുരുവായൂർ ശശിമാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ 100 കലാകാരന്മാരെ അണിനിരത്തി പാണ്ടിമേളം നടന്നു. രാത്രി 10-ഓടെ ആറാട്ടും കൊടിയിറക്കവും നടന്നതോടെ 10 ദിവസമായി നടന്നുവന്നിരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് പ്രധാൻകുറ്റിയിൽ, സെക്രട്ടറി KR രമേശ്, AA ജയകുമാർ, വൈസ് പ്രസിഡന്റ് NG പ്രവീൺകുമാർ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ KC മുരളി, കൺവീനർ സുനിൽ പനക്കൽ, ജോയിന്റ് കൺവീനർ രത്നകുമാർ നെടിയടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് ചാവക്കാട്. കുന്നംകുളം പൊറക്കളങ്ങാട് വട്ടിരിങ്ങൽക്കാവിൽ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവം വർണ്ണാഭമായി. ഉത്സവ ദിവസമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, പറവെപ്പ് എന്നിവ ഉണ്ടായി. ഉച്ചയോടെ വിവിധ പ്രാദേശിക പൂരങ്ങൾക്ക് തുടക്കമായി. വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 10 പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികളിൽ നിന്നായി 13 ഗജവീരന്മാർ അണിനിരന്നു. പൂരാഘോഷത്തിന്റെ ഭാഗമായി പുനർജനി പൊറക്കളങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ ഉൾക്കടൽ എന്ന നാടകവും, നക്ഷത്ര പൊറക്കളങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ പ്രദേശത്തെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറിയിരുന്നു. നിരവധി പേർ
ഉത്സവം കാണാനായി എത്തിയിരുന്നു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഉത്സവത്തിന് മുന്നോടിയായി മാർച്ച് 14 വ്യാഴാഴ്ച ആരംഭിച്ച ദ്രവ്യകലശം ബ്രഹ്മകലശാഭിഷേകത്തോടെ ഞായറാഴ്ച സമാപിച്ചു. തുടർന്ന് വൈകിട്ട് 7:30 ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് കർമ്മം നടന്നു. കൊടിയേറ്റ ചടങ്ങുകൾക്ക് ശേഷം കോട്ടക്കൽ PSV നാട്യസംഘം അവതരിപ്പിച്ച സന്താനഗോപാലം കഥകളി, ചൊവ്വല്ലൂർ നൂപുരനാഥ സംഘത്തിന്റെ മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. മാർച്ച് 24 ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഉത്സവ ദിവസങ്ങളിൽ കാഴ്ചശീവേലി, നിറമാല, വിളക്കാചാരം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവ ഉണ്ടായിരിക്കും. ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായ ഉത്സവബലി മാർച്ച് 22 നടക്കും. മാർച്ച് 23 പള്ളിവേട്ടയും നടക്കും. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനമുണ്ടാകുമെന്നും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്രമീകരണങ്ങൾക്ക് പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് OA പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കുന്നംകുളം. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവം, ഭക്തിപ്രഭാഷണം, കലാപരിപാടികൾ എന്നിവയ്ക്ക് തുടക്കമായി. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറിയതോടെ സമാപന ദിവസം വരെയുള്ള ഭക്തിപ്രഭാഷണങ്ങൾക്കും കലാപരിപാടികൾക്കും തുടക്കമായി. കൊടിയേറ്റ ദിവസം ക്ഷേത്രാങ്കണവേദിയിൽ കോട്ടക്കൽ PSV നാട്യസംഘത്തിന്റെ സന്താനഗോപാലം കഥകളിയും ചൊവ്വല്ലൂർ നൂപുരനാഥ സംഘത്തിന്റെ മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. ഉത്സവ ദിവസം മാർച്ച് 24 ആറാട്ടോടുകൂടി സമാപിക്കും. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി ഉത്സവ സമാപനം വരെ എല്ലാ ദിവസവും ഭക്തിപ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, കളരിപ്പയറ്റ് പ്രദർശനം, കൈകൊട്ടികളി തുടങ്ങിയവ അരങ്ങേറും. മാർച്ച് 22 വെള്ളിയാഴ്ച പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ക്രമീകരണങ്ങൾക്ക് പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് OA പരമൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കുന്നംകുളം. ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്ന് പാലിയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി പദയാത്ര നടത്തി. പള്ളിയിൽ നിന്ന് വിശ്വാസികൾ പേപ്പൽ പതാകയുമായി നടത്തിയ പദയാത്ര പള്ളി വികാരി ഫാദർ ഡെന്നിസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിമാരായ ജോഷി ചൊവ്വലൂർ, ബാബു എടക്കളത്തൂർ, കേന്ദ്രസമിതി കൺവീനർ ജോബി വെള്ളറ, വിശ്വാസ പരിശീലന PTA പ്രസിഡന്റ് ബെന്നി എടക്കളത്തൂർ എന്നിവർ നേതൃത്വം നൽകി. എരുവപ്പെട്ടി പതിയാരം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ശ്രാദ്ധ ഊട്ടുതിരുനാളിന് തുടക്കമായി. നാളെയാണ് ഊട്ടുതിരുനാൾ. രാവിലെ 6:30 ലതീഞ്ഞ് നോവേന, പ്രസിദ്ധന്തി വാഴ്ച, വിശുദ്ധ കുർബാന എന്നീ തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള കൂടുതുറക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിനമായ നാളെ രാവിലെ 6:30 ലതീഞ്ഞ് നോവേന, വിശുദ്ധ കുർബാന, തുടർന്ന് ഊട്ടുസദ്യ, വെഞ്ചിരിപ്പ് എന്നിവ നടക്കും. 9:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ റാസയ്ക്ക് പഴയന്നൂർ സെന്റ് ഡൊമിനിക് പള്ളി വികാരി ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കടങ്ങോട് ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ തിരുനാൾ വചന സന്ദേശം നൽകും. 10 മണിക്ക് ഊട്ട് നേർച്ച സദ്യ ആരംഭിക്കും. ഊട്ട് തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലക്കൽ, കൈക്കാരന്മാരായ ആളൂർ ലേവി, ചാലിശ്ശേരി സതീഷ്, അന്തിക്കാട് വിൽസൺ, ചിറയത്ത് ആൻസൺ, ജനറൽ കൺവീനർ ടോമി മുരിങ്ങാത്തേരി, ജോയിന്റ് കൺവീനർ ഡേവിസ് ബാജു മുരിങ്ങാത്തേരി, പബ്ലിസിറ്റി കൺവീനർ റോബിൻ മുരിങ്ങാത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞിമോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8ാമത് മെൽത്തോദ് ഹായ 2024 സുവിശേഷ യോഗം സമാപിച്ചു. പാലക്കൽ ഓഡിറ്റോറിയത്തിൽ മോർ ബെസേലിയോസ് നഗറിൽ ഞായറാഴ്ച വൈകിട്ട് 6:30 പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു.
ഇടവക വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ആമുഖ സന്ദേശം നൽകി. സുവിശേഷ യോഗത്തിൽ ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ വചന പ്രഘോഷണം നിർവഹിച്ചു. പഴയന്നൂർ സിംഹാസനപ്പള്ളി വികാരി ഫാദർ CV ഗീവർ സമാപന പ്രാർത്ഥനയും നടത്തി. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മണി ജോയ് എന്നിവർ സംസാരിച്ചു. ഗാന ശുശ്രൂഷയും സ്നേഹവിരുന്നുമുണ്ടായി. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, കുടുംബ യൂണിറ്റ് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജോസ് വറദു അരിമ്പൂർ, സെക്രട്ടറി മണി ജോയ് ചെറുവത്തൂർ, ജോയിന്റ് സെക്രട്ടറി അഞ്ജു സജു ചെറുവത്തൂർ, ട്രഷറർ സണ്ണി ചെറിയാൻ അരിമ്പൂർ എന്നിവർ നേതൃത്വം നൽകി. വേലൂർ വടക്കുമുറി ഗ്രാമീണ വായനശാലയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹകരണത്തോടെ വീട്ടുമുറ്റ ക്ലാസ് നടത്തി. 50 വീട്ടുമുറ്റ ശാസ്ത്ര ക്ലാസുകൾ നടത്തുന്നതിന്റെ ഭാഗമായി ജലജാരാജന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറും പരിഷത്ത് ജില്ലാ ആരോഗ്യ വിഷയ സമിതി അംഗവുമായ ഡോക്ടർ ഹസീന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. PR മോഹനൻ, ശശി അത്താണിക്കൽ, മനേഷ്, മണി അധികാരി വീട്ടിൽ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി രാജി അധികാരി വീട്ടിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജലജാരാജ് നന്ദിയും പറഞ്ഞു. ചാവക്കാട് നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കുള്ള യാത്രയയപ്പും ചരിത്ര സമേതം പരിപാടിയുടെ സമ്മാനദാനവും നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്നു. നഗരസഭാധ്യക്ഷ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പാളിനും ഉപഹാരങ്ങൾ നൽകി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ അധ്യക്ഷത വഹിച്ചു. മണത്തല GHSSലെ പ്രിൻസിപ്പൽ PP മറിയക്കുട്ടി, കാണക്കോട്ട് ALPS, തിരുവത്ര KUP സ്കൂൾ, SALPS എന്നീ വിദ്യാലയങ്ങളിലെ പ്രധാനാധ്യാപകരായ NV രഞ്ജിനി, KJ സിൽവി, VK ലില്ലി എന്നിവരാണ് സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KR രവീന്ദ്രൻ ചാവക്കാട് നഗരസഭാ തലത്തിലെ ചരിത്ര സമേതം വിജയികൾക്കുള്ള ഉപഹാരങ്ങളും പങ്കാളിത്ത സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ബ്ലാങ്ങാട് GFUP സ്കൂൾ പ്രധാനാധ്യാപികയും ഇംപ്ലിമെന്റ് ഓഫീസറുമായ CD വിജി, BRC പ്രതിനിധി ജോത്സന ജയം എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രവർത്തനങ്ങളുടെ അവലോകനവും നടന്നു. CCTV ന്യൂസ് ചാവക്കാട്. വിഭിന്നശേഷിക്കാർ പഠിക്കുന്ന അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പറവകൾക്കൊരു നീർക്കുടം എന്ന സന്ദേശത്തോടെ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. കൊടുംവേനലിൽ വെള്ളം കിട്ടാതെ അലയുന്ന പറവകൾക്കായി 15ഓളം തണ്ണീർക്കുടങ്ങൾ വിദ്യാർത്ഥികൾ സ്കൂൾ ക്യാമ്പസിൽ സ്ഥാപിച്ചു. അൻസാർ മെന്റൽ ഹെൽത്ത് പ്രൊജക്ട് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഷാക്കിർ മൂസ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ആദ്യ തണ്ണീർക്കുടത്തിൽ വെള്ളം നിറച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഫൗസിയ VK സന്ദേശം നൽകി. അധ്യാപകരായ ലത, ആയിഷ, ഫാത്തിമ ആഷിഖ്, സാഹിദ, ഹനാൻ, ഷാനിബ, പ്രിജി, ഷിഫ, ശ്രീകുട്ടി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഭദ്രാസന ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ കാത്തോലിക്ക ദിനാഘോഷത്തിന്റെ ഭാഗമായി വാഹന റാലി നടത്തി. കുന്നംകുളം പഴഞ്ഞി മേഖലകളിലായി നടന്ന റാലി വൈശ്ശേരി സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംഗമിച്ചു. ഭദ്രാസന മെത്രാപോലിത്തയും ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാന കേന്ദ്ര പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലിത്ത കാത്തോലിക്ക ദിന സന്ദേശം നൽകി. ഭദ്രാസനത്തിൽ വിവിധ ദേവാലയങ്ങളിലൂടെ സഞ്ചരിച്ച വാഹന റാലി ആർത്താറ്റ് അരമനയിൽ സമാപിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ പീറ്റർ കാക്കശ്ശേരി എന്നിവർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഫാദർ പത്രോസ് G പുലിക്കോട്ടിൽ, ഫാദർ ബെഞ്ചമിൻ OIC, ഫാദർ പ്രിൻസ് എന്നിവർ സംസാരിച്ചു. യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ചാണ്ടി, യുവജന പ്രസ്ഥാനം മുൻ വൈസ് പ്രസിഡന്റ് ഫാദർ റിനിമോൻ വർഗീസ്, പ്രസ്ഥാനം സെക്രട്ടറി ജിയോ K വിൽസൺ, ജോയിന്റ് സെക്രട്ടറി ജെഹിൻ ജേക്കബ്, ട്രഷറർ നോബിൻ CJ തുടങ്ങിയവർ വാഹന റാലിക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സ്നേഹ തണ്ണീർക്കുടം സ്ഥാപിച്ചു. വേനൽ ചൂടിൽ ദാഹിച്ചു വലയുന്ന പറവകൾക്കായി നമുക്കൊരൽപ്പം ദാഹജലം നൽകാം എന്ന സന്ദേശമുയർത്തി പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പസിൽ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചത്. സംസ്ഥാന വ്യാപകമായി വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടത്തിവരുന്ന പദ്ധതിയുടെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സംഘടിപ്പിച്ച സ്നേഹ തണ്ണീർക്കുടത്തിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് നിർവഹിച്ചു. തണ്ണീർക്കുടത്തിലേക്ക് ജലം പകർന്നുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ ആളൂർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ബീന ദിനേശൻ സ്നേഹത്തണ്ണീർക്കുടത്തിന്റെ ബ്രോഷർ പ്രിൻസിപ്പാളിന് കൈമാറി. സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. IQAC കോർഡിനേറ്റർ ഡോക്ടർ VN ശ്രീജ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ G ഗായത്രി, ഡോക്ടർ സുരേഷ് V നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. NSS വോളണ്ടിയർമാരായ റിൻസി റസാക്ക, PA അഭിജിത്ത്, സുറുമി സലാം, TP അഖില എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന ദേവാലയത്തിലെ മെയ് മാസ തിരുനാളിന്റെ ഭാഗമായി ഒരുക്കുന്ന കമ്മിറ്റി ഓഫീസ് വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ജെയ്സൺ പഴയടത്ത്, ജനറൽ കൺവീനർ ലാറ്റി ആന്റണി, പബ്ലിസിറ്റി കൺവീനർ ജോസഫ് മാത്യു, വിവിധ കമ്മിറ്റി കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ, ഇടവക വിശ്വാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് തുടക്കമായി. 7 ദിവസത്തെ ഭാഗവത സപ്താഹ യജ്ഞത്തോടുകൂടിയാണ് 9 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾ ആരംഭിച്ചത്. ശനിയാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഭാഗവത സപ്താഹ യജ്ഞാചാര്യൻ വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെയും സംഘത്തെയും ആചാര്യവരണത്തോടെ യജ്ഞശാലയിലേക്ക് ആനയിച്ചു. യജ്ഞമണ്ഡപത്തിൽ ഭദ്രദീപം തെളിയിച്ചതിനു ശേഷം ഭാഗവത മഹാത്മ്യ പ്രവചനം നടത്തി. രാവിലെ 6:30 മുതൽ വൈകിട്ട് ദീപാരാധന വരെയാണ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കുക. മാർച്ച് 24-നാണ് സമാപനം. മാർച്ച് 25 വരെ വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിരക്കളി, നാദസ്വരക്കച്ചേരി, ചാക്യാർകൂത്ത്, സമ്പ്രദായ ഭജന, യോഗ പ്രദർശനം, നൃത്തങ്ങൾ, കഥകളി, ഓട്ടൻതുള്ളൽ തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറും. മാർച്ച് 24-25 തീയതികളിൽ ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ശുദ്ധികർമ്മങ്ങൾ നടക്കും. പ്രതിഷ്ഠാദിനത്തിൽ ക്ഷേത്രത്തിൽ രാവിലെ ബ്രഹ്മകലശപൂജ, കലശപൂജ, ഭഗവതിക്ക് ചാന്താട്ടം, കലശാഭിഷേകം, ശ്രീഭൂതബലി എന്നിവയും 11:30 മുതൽ പ്രസാദഊട്ടും ഉണ്ടായിരിക്കും. വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം ഗജവീരൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടെ ചുറ്റുവിളക്കും നടക്കും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് നടപ്പറ വയ്ക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രഭരണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ആത്മീയ ആചാര്യനായിരുന്ന പാസ്റ്റർ PV ചുമാറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കാട്ടാക്കമ്പൽ പഞ്ചായത്ത് പൗരാവലി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഒട്ടേറെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ രചയിതാവ്, അപ്പോസ്തലിക് ചർച്ച് ഓഫ് ഗോഡ് സഭാധ്യക്ഷൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്ന നിലയിലും സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങൾക്കൊപ്പം നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യ പകർന്നു നൽകിയ അധ്യാപകനും കൂടിയായിരുന്നു പാസ്റ്റർ ചുമാർ. ജീവിതാവസാനം വരെയും കർമ്മനിരതനായിരുന്നു. ഞായറാഴ്ച നടന്ന അനുസ്മരണ യോഗത്തിൽ കാട്ടകമ്പൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ യദു കൃഷ്ണൻ, KT ഷാജൻ, BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PJ ജെബിൻ, EP കമറുദ്ദീൻ, M ബാലാജി, നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലുള്ള നിരവധി പേർ പങ്കെടുത്തു. ജെയ്സൺ ജോബിന്റെ നേതൃത്വത്തിൽ ഫേവറേറ്റ് മെലഡി ഗാന ശുശ്രൂഷ നിർവഹിച്ചു. വേനൽ ചൂടിൽ പക്ഷികൾക്ക് കുടിനീർ നൽകാനുള്ള പാനസ്നാന പാത്രങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ കണ്ടാണശ്ശേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് പാത്ര വിതരണം നടന്നത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബിജു ആലപ്പാട്ട് അധ്യക്ഷനായി. പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മേജർ PJ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക TL റീന, PTA പ്രസിഡന്റ് CJ ലിജോ, അധ്യാപകരായ ലീമ റോസ്, ലീന ഫാത്തിമ, സിസ്റ്റർ നിർമ്മൽ സിജി, സിസ്റ്റർ പുനിത പ്രിൻസി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജലസംരക്ഷണ പ്രതിജ്ഞയും നടന്നു. വിദ്യാർത്ഥികളായ ആദിദേവ്, ഡെനിൽ, ഐഷ, ദേവകൃഷ്ണ, അജിൻ എന്നിവർ നേതൃത്വം നൽകി. 26 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന പറവകൾക്കുള്ള പാനപാത്രം പദ്ധതിയുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ എളവള്ളി, പാവർട്ടി, വാടാനപ്പള്ളി, ചേർപ്പ് പഞ്ചായത്തുകളിലും പാത്രങ്ങളുടെ വിതരണം നടക്കും. CCTV ന്യൂസ്, കേച്ചേരി. ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി പള്ളിവേട്ട ചടങ്ങ് നടന്നു. മാർച്ച് 11 മുതൽ 18 വരെയാണ് ആറാട്ട് മഹോത്സവം ആഘോഷിക്കുന്നത്. രാവിലത്തെ പ്രത്യേക പൂജകൾക്ക് ശേഷം ശിവേലി എഴുന്നള്ളിപ്പ്, നടക്കൽപ്പാറ, രാത്രി 8 മണിയോടെ പ്രഗത്ഭർ അണിനിരുന്ന മേളത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പ് റോഡിലുള്ള ആലിൻചുവട്ടിൽ നിന്ന് ആരംഭിച്ചു. ദേവചൈതന്യം ക്ഷേത്രമതിൽക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നത് തിരുവുത്സവ കാലത്ത് നടക്കുന്ന പള്ളിവേട്ട എന്ന ചടങ്ങോടുകൂടിയാണ്. പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പള്ളിക്കുറപ്പ് എന്ന ചടങ്ങോടുകൂടിയാണ് നടക്കുക. കൗതുക കാഴ്ചയൊരുക്കി ഇലക്ട്രിക് ബൈക്ക്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന റംഷാദാണ് ഈ വാഹനം നാട്ടിലെത്തിച്ചത്. നമ്മളിപ്പോ നോർമലി ഇങ്ങനെ പോകുമ്പോൾ സിംഗിൾ ഒക്കെ ആയിട്ട് പോകുമ്പോൾ 1 ഇടാം, പിന്നെ കുറച്ച് കയറ്റൊക്കെ വരുമ്പോൾ ഒന്ന് സ്പീഡ് കൂട്ടാണെങ്കിൽ 2 ഇടാം.
വണ്ടികളോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ഇലക്ട്രിക് ബൈക്ക് നാട്ടിലെത്തിക്കാൻ എടപ്പാൾ സ്വദേശി റംഷാദ് സാഹസം കാണിച്ചത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നാട്ടിൽ പഞ്ഞമില്ല. എന്നാൽ റംഷാദ് കേരളത്തിലെത്തിച്ച ഈ വണ്ടി കണ്ടാൽ തെല്ലൊന്ന് അതിശയിക്കും. കൗതുക കാഴ്ചയായി നോക്കി നിൽക്കും. ഷോപ്പിൽ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വാഹനം റംഷാദിന്റെ കണ്ണിൽപ്പെട്ടതോടെ ആ വാഹനം സ്വന്തമാക്കണമെന്ന മോഹം വന്നു. ഇന്ത്യൻ കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് 3 മാസം കാത്തിരുന്നാണ് വാഹനം നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞത്. ഈ വണ്ടി എന്ന് വെച്ചാൽ ഇത് അവിടെ യു എയിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. കാരണം ഈ ഷോപ്പിലൊക്കെ ആളുകൾ സാധനം ഡെലിവറി ചെയ്യാനും പിന്നെ അതുപോലെ ഹോട്ടലിലൊക്കെ സാധനം ഡെലിവറി ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിയാണത്. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ അവിടുത്തെ ഒരു നമ്മളവിടെ ബാൻ ചെയ്തിട്ടുള്ള ടിക്ടോക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഞാനിത് കണ്ടപ്പോൾ അവിടെ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നാട്ടിലെത്തിച്ചേരാം, കൊറിയർ വഴി നാട്ടിലെത്തിച്ചേരാം ആണ്. 2 മാസമാണ് ടൈം അവർ പറഞ്ഞത്. ബട്ട് എനിക്കിതിവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 മാസത്തോളം എടുത്ത്. കാരണം നമ്മളെ ഇന്ത്യൻ്റെ കസ്റ്റമർ ക്ലിയറൻസ് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഇലക്ട്രിക് ബൈക്ക് 5 മണിക്കൂർ ചാർജ് ചെയ്യണം. 50-നടുത്ത് മൈലേജും ലഭിക്കും. നാട്ടിലെത്തിക്കുന്നതോടെ നാട്ടിലെ സുഹൃത്തിനെ വിളിച്ച് രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരവും റംഷാദ് തിരക്കി. അപ്പോൾ ഞാൻ RTO ഓഫീസിൽ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ട് എന്നോട് പറഞ്ഞു കുഴപ്പമില്ല, അവർ 240 മേലെ വരുന്ന ഫോൾട്ട് വരുന്ന ബാറ്ററിയുടെ എന്ത് വാഹനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യൻ നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യണം, പേപ്പർ ഉണ്ടാക്കണം. അപ്പോൾ ഈ വണ്ടി വരുന്നത് 250 ബിലോ 250 വരുന്നത് വോൾട്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് രജിസ്ട്രേഷനും പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും വേണ്ട. മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാം, പാട്ട് കേട്ട് യാത്ര ചെയ്യാം. വലിയ ടയറുകൾ, കാഴ്ചയിലെ വ്യത്യസ്തത, ഇതെല്ലാമാണ് ഈ ഇലക്ട്രിക് ബൈക്കിനെ വ്യത്യസ്തമാക്കുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. സാങ്കേതിക തകരാർ കാരണം നിർത്തിവെച്ചിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചുറ്റുവിളക്ക് വഴിപാട് ബുക്കിംഗ് പുനരാരംഭിക്കാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. 2024-2025 വർഷങ്ങളിൽ ചുറ്റുവിളക്ക് വഴിപാട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഭക്തർക്ക് ഓൺലൈൻ വഴിയും ദേവസ്വം അഡ്വാൻസ് കൗണ്ടർ ദേവസ്വം ഓഫീസ് മുഖേനയും ബുക്ക് ചെയ്യാവുന്നതാണ്. ഭക്തരുടെ അഭ്യർത്ഥന മാനിച്ച് ഒരേ ദിവസം 1-ലേറെ ചുറ്റുവിളക്ക് നടത്തുവാനും ദേവസ്വം തീരുമാനിച്ചു. വടക്കേക്കാട് പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിലം നികത്തൽ വ്യാപകമാകുന്നു. അധികൃതർ നടപടികൾ സ്വീകരിച്ചിട്ടും സ്ഥല ഉടമകൾ നിലം നികത്തൽ തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി വാർഡ് 6, 10, 13 എന്നിവിടങ്ങളിലാണ് വ്യാപകമായ രീതിയിൽ നിലം നികത്തൽ നടത്തുന്നത്. 13-ാം വാർഡിലെ കൊമ്പത്തേൽപ്പടിയിൽ സംസ്ഥാന പാതയോരത്ത് സലഫി മസ്ജിദിനോട് ചേർന്നുള്ള കുളമാണ് നികത്തുന്നത്. കുറച്ചു കാലങ്ങൾക്ക് മുന്നേയും ഈ കുളം നികത്തുന്നതിന് സ്ഥലമുടമകൾ ശ്രമിച്ചിരുന്നു. എന്നാൽ നാട്ടുകാരുടെ പരാതിയിലും മാധ്യമ വാർത്തകളെ തുടർന്നും അധികൃതർ ഇടപെട്ട് നികത്തൽ നിർത്തിവെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി വീണ്ടും കുളം നികത്തൽ സജീവമായിരിക്കുകയാണ്. സലഫി മസ്ജിദിന്റെ നവീകരണ പ്രവർത്തനങ്ങളിലെ വേസ്റ്റുകൾ ഉപയോഗിച്ചാണ് കുളം നികത്തുന്നത്. അർബാനയിൽ തൊഴിലാളികളെ കൊണ്ട് വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് കുളം നികത്തിക്കുകയാണ് ഉടമകൾ ചെയ്യുന്നത്. കുളത്തിലേക്ക് വെള്ളമൊഴുകിയെത്തുന്ന മസ്ജിദിന്റെ മുന്നിലെ കാനയും മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വില്ലേജ് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. CCTV ന്യൂസ്, പുന്നേർകുളം. ആർത്താടി സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന സ്ലീബ മോർ ഒസ്താത്തിയോസ് ബാവയുടെ 94-ാം ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പാറയിൽ സെന്റ് തോമസ് ചാപ്പലിൽ നിന്ന് ആരംഭിച്ച വാഹന വിളംബര ജാഥയ്ക്ക് പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ സ്വീകരണം നൽകി. പെങ്ങാമുക്ക് പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, ആർത്താറ്റ് പള്ളി വികാരി ഫാദർ ബാബു ജോസഫ്, സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ, പാർനൂർ പള്ളി വികാരി ഫാദർ സിജി മാത്യു എന്നിവരടങ്ങിയ സംഘത്തെ വാഹനങ്ങളുടെയും വാദ്യഘോഷങ്ങളുടെയും കൂടി പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് പള്ളിയിൽ പ്രാർത്ഥന നടത്തി. സ്വീകരണത്തിന് കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി രാജീവ് P. ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് തുടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ജല അതോറിറ്റിയുടെ പൈപ്പിന്റെ വാൽവിലൂടെ പുറന്തള്ളപ്പെടുന്ന വെള്ളം പാടത്തേക്ക് ഒഴുകിയെത്തിയതോടെ കോൾ കർഷകന് വൻ തിരിച്ചടിയായി മാറി. വിളഞ്ഞ പാടത്ത് വെള്ളം കെട്ടുന്നതോടെ കൊയ്ത്തും മുടങ്ങി. ചെറുവള്ളിപ്പുഴ നമ്പരപ്പടവ് പുഞ്ചകൃഷി സംഘത്തിൽപ്പെട്ട നൌഫൽ എന്ന കർഷകന്റെ പാടത്താണ് വെള്ളക്കെട്ട് മൂലം കൊയ്ത്തു മുടങ്ങിയത്. വെള്ളക്കെട്ടുള്ള പാടത്ത് കൊയ്യാൻ ഉപയോഗിക്കുന്ന കൊയ്ത്തുമെതിയന്ത്രം എത്തിച്ച് ഏറെ ബുദ്ധിമുട്ടിയാണ് കൊയ്ത്ത് പൂർത്തിയാക്കിയത്. സാധാരണ പാടം കൊയ്യുന്നതിന്റെ 4 ഇരട്ടി തുകയാണ് കൊയ്ത്തിന് ചെലവായത്. അതോറിറ്റിയുടെ കുന്നംകുളം ഡിവിഷന്റെ അനാസ്ഥ മൂലമാണ് പാടത്തേക്ക് വെള്ളമൊഴുകിയതെന്ന് കർഷകർ ആരോപിച്ചു. നിരന്തരമായി രേഖാമൂലവും ഫോണിൽ കൂടിയും അധികൃതരെ കൃത്യമായി അറിയിച്ചിട്ടും വെള്ളമൊഴുകുന്നത് തടയാൻ നടപടിയെടുത്തില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു. ഒടുവിൽ വെള്ളത്തിലിറങ്ങിക്കൊയ്യാവുന്ന കൊയ്ത്തുമെതിയന്ത്രം എത്തിച്ചാണ് നെല്ല് കൊയ്തെടുത്തത്. വൈക്കോൽ മുഴുവൻ വെള്ളത്തിൽ നശിച്ചു. കർഷകനുണ്ടായ നഷ്ടം നികത്താൻ നടപടി സ്വീകരിക്കണമെന്ന് നമ്പരപ്പടവ് സെക്രട്ടറി രവി CC, ബാബുരാജ് എന്നിവർ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
27ാമത് പാലിയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള മറ്റം മേഖലാ പദയാത്ര ഭക്തിസാന്ദ്രം. രാവിലെ ദിവ്യബലിക്ക് ശേഷം 8:45 മറ്റം ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കൈക്കാരൻ KF സൈമണിന് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. മറ്റം മേഖലാ പദയാത്ര കൺവീനർ ഫാദർ ജോയൽ ചിറമൽ, മേഖലാ കോർഡിനേറ്റർ അലക്സ് ജോസ് കെ, പാരിഷ് കോർഡിനേറ്റർ EF സണ്ണി, കൈക്കാരന്മാരായ KL ജോൺസൺ, PA വർഗീസ്, KR ജിൻസൺ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. മറ്റം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ ചിറ്റാട്ടുകര, ആളൂർ, വാഗ, കിഴക്കാളൂർ എന്നീ ഇടവകളിൽ നിന്നായി നിരവധി തീർത്ഥാടകർ അണിചേർന്നു. കുന്നംകുളം ഗാന്ധിജി നഗറിൽ പ്രവർത്തിക്കുന്ന JJ ബ്ലോസംസ് പ്ലേ സ്കൂളിന്റെ 13ാം വാർഷികാഘോഷത്തിന്റെയും പുതിയതായി പണി കഴിപ്പിച്ച ചിൽഡ്രൻസ് പാർക്കിന്റെയും ഉദ്ഘാടനം തൃശൂർ ജില്ലാ ജഡ്ജ് S. ലിഷ നിർവഹിച്ചു. ചടങ്ങിൽ കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷത വഹിച്ചു. പ്ലേ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ജിസൺ P. ജോസ്, ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രലിലെ ഫാദർ ജെറിൻ ജോർജ്, വാർഡ് കൗൺസിലർ ബിജു C. ബേബി, JJ ബ്ലോസംസ് സെന്റർ ഹെഡ് CD ഡെയ്സി, JJ കോളേജ് പ്രിൻസിപ്പൽ ഷിബു C. ജോബ്, അധ്യാപകരായ രജനി, ഹസ്ന, പ്രജിനി, മിൽക്ക, ബാബു, ജ്യോതിരാജ് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഫാഷൻ ഷോ, ഫാൻസി ഡ്രസ് തുടങ്ങിയവയും അരങ്ങേറി. ഫ്ലോട്ടിംഗ് സംവരണം നിർത്തലാക്കിയ സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്ന് വിസ്ഡം തൃശൂർ ജില്ലാ നേതൃസംഗമം പ്രമേയം വഴി ആവശ്യപ്പെട്ടു. പിന്നാക്ക സമുദായങ്ങളിൽ ഇന്ന് നിലവിലുള്ള സംവരണത്തിൽ നിന്നും സർക്കാർ മെഡിക്കൽ, എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ 50% സീറ്റുകൾ നഷ്ടപ്പെടുന്ന സംവിധാനമാണ് ഫ്ലോട്ടിംഗ്. പിന്നാക്ക സമുദായത്തിലെ വിദ്യാർത്ഥികൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും വിസ്ഡം ജില്ലാ നേതൃസംഗമം ആവശ്യപ്പെട്ടു. വയനാട്, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സംവരണ വിദ്യാർത്ഥികൾ നിറയുന്നെന്നും പഠന നിലവാരം മോശമാണെന്ന് പറയുന്ന റിപ്പോർട്ട് തികച്ചും ബാലിശമാണെന്നാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നുണ്ടെങ്കിൽ അതിനെ പഠന സംവിധാനങ്ങൾ ഉയർത്തണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും യോഗം അംഗീകരിച്ച പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. നേതൃസംഗമം വിസ്ഡം സംസ്ഥാന സെക്രട്ടറി CP സലീം ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ജില്ലാ പ്രസിഡന്റ് KM ഹൈദരലി മന്നലാങ്കുന്ന് അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ റഷീദ് കൊളക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. റിയാസ് തൃശൂർ, കാസിം ഒരുമനയൂർ, അൻവർ അബൂബക്കർ വടക്കേക്കാട്, അബ്ദുൾ ലത്തീഫ് പുന്നയൂർക്കുളം, കാസിം ചൊവ്വല്ലൂർപടി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി അഷറഫ് സുല്ലമി സ്വാഗതവും മുനവർ വടക്കേക്കാട് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർക്കുളം. ചിറവല്ലൂർ ബാബു ശ്രീഹരിയുടെ ചെറുകഥാ സമാഹാരമായ നക്സൽ പ്രകാശനം ചെയ്തു. സംവിധായകൻ ഷിബു ശേഖർ പെരുമ്പടവ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. M. ഷീജ അധ്യക്ഷത വഹിച്ചു. K. രാംദാസ്, ഫൈസൽ ബാവ, ഷീബ ദിനേഷ്, TR വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. ബിന്ദു വിജയൻ, സുവർണ എന്നിവർ കവിത ആലപിച്ചു. നിന്നിലേക്കുള്ള ദൂരം എന്ന നോവലിന് ശേഷം ബാബു ശ്രീഹരിയുടെ 104 പേജിൽ ചെറുകഥകളടങ്ങിയ പുസ്തകം SH ബുക്സ് ആണ് പ്രസിദ്ധീകരിക്കുന്നത്. പെങ്ങാമുക്ക് ഗ്രാമീണ വായനശാലയിൽ ശാസ്ത്രബോധ ക്ലാസ് സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CC ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ജെയിം ജീവൻ ശാസ്ത്ര ക്ലാസ് നയിച്ചു. മെമ്പർമാരായ സോണി സക്കറിയ, PI ജോൺസൺ, സുബ്രഹ്മണ്യൻ PT, സുബിൻ ഡേവിഡ്, ക്രോസ് VT തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6000 രൂപ, സ്വർണം പവന് 48,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ. പുന്നൂർക്കുളത്ത് വീടിനുള്ളിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആൽത്തറ പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം കോറോത്തയിൽ 31 വയസ്സുള്ള ബാസിലാണ് മരിച്ചത്. പോലീസ് നടപടിക്ക് ശേഷം കബറടക്കം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കോറത്തിൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. കോറത്തിൽ ബഷീർ അഹമ്മദ്, ഷഹീറ ദമ്പതികളുടെ മകനാണ് ബാസിൽ. ജാൻഷീർ, ഷിൽജ എന്നിവർ സഹോദരങ്ങളാണ്. പുന്നൂർ കുഴിങ്ങര പള്ളിക്ക് തെക്ക് ഭാഗം പരേതനായ കാറിൽ കുഞ്ഞുമോൻ മകൻ VK അബൂബക്കർ ഹാജി നിര്യാതനായി. 74 വയസ്സായിരുന്നു. കബറടക്കം തിങ്കളാഴ്ച രാവിലെ 10:00 കുഴിങ്ങര ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. ഫാത്തിമയാണ് ഭാര്യ. നസീർ, ഫിറോസ്, ഷാനവാസ്, ഫബീഷ്, ഫഹീം, ഫാസിൽ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചാവക്കാട് നഗരമധ്യത്തിൽ വൻ അഗ്നിബാധ. 3 വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഇരുമുപ്പട്ടി കരിയന്നൂരിൽ തീറ്റപ്പുൽ കൃഷി കത്തിനശിച്ചു. കോഴിക്കോട് നിന്ന് കാണാതായ 16 വയസ്സുകാരിയെ കുന്നംകുളം അഞ്ഞൂരിൽ നിന്ന് നായാടി സംഘത്തോടൊപ്പം കണ്ടെത്തി. അഞ്ഞൂർ ആൽ പരിസരത്ത് നിന്നാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ.
ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്ര മഹോത്സവത്തിന് ആയിരങ്ങളെത്തി. ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശത്താൽ പവിത്രവും ചരിത്രപ്രസിദ്ധവുമായ വിശ്വനാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ ഒന്നിച്ചെഴുന്നള്ളത്തിനാൽ ശ്രദ്ധേയമായി. മേഖലയിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം വ്യാപകമാകുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കുർബാനയ്ക്കെത്തിയ 2 സ്ത്രീകളുടെ മാല കവർന്നു. തലക്കൂട്ടുകര ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനെത്തിയ 3 സ്ത്രീകളുടെ മാലകൾ കവർന്ന് തൊട്ടു പിന്നാലെയാണ് ആർത്താറ്റ് കവർച്ചയും. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചനൂർ മന്ദലാംകുന്ന് ബീച്ച് റോഡ് ദേശീയപാത 66 മുറിച്ചു കടക്കുന്നിടത്ത് അടിപ്പാത നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് നടപടിയില്ല. വിഷയത്തിൽ അനുകൂല ഇടപെടൽ ആവശ്യപ്പെട്ട് ശനിയാഴ്ച മന്ദലാംകുന്ന് സെന്ററിൽ സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധ സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctvonline.in.